നിലപാട് ഇ കെ ഹസൻ മുസ്ലിയാരുടെ നിലപാട് സ്വീകരിച്ചാൽ തന്നെ വാമൊഴി അത് ആളുകൾ മറന്നെന്നും വരാം, കാറ്റിൽ പറന്നെന്നും വരാം. അതുകൊണ്ട് ഇതേ സംഗതി വരമൊഴിയായി എഴുതിയത് അത് വായിക്കുന്നത് രണ്ടും ഒന്നിച്ച് വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് ഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സിദ്ധികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൊഴിയാൽ ലേഖനം എഴുതിയതല്ലാതെ ജിന്നോട് സഹായം ശിർക്കല്ലാതെ വാദം കൊണ്ട് ഉപരിറങ്ങിയിട്ടില്ല. കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് ഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സിദ്ധികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഏത് സഹായാർത്ഥന ശിർക്കല്ല? രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ആള്, വഴിയറിയാതെ ബുദ്ധിമുട്ടുന്ന ആള് ജിന്നിനോട് വഴികാട്ടി തരുമോ, എനിക്ക് വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല. ഇതാണ് വിശുദ്ധ ഖുർആനെതിരായ വാദം. വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിച്ചല്ലോ, കുൽ മയ്യുനജ്ജീകും മിൻ ഗുലുമാതിൽ ബർരി വൽ ബഹർ. ചോദിക്ക് നബിയെ, മയ്യുനജ്ജീകും, ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ? മിൻ ഗുലുമാതിൽ ബർരി വൽ ബഹർ, കടലിലെ ഇരുട്ടിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, കരയിലെ ഇരുട്ടിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ ആ ഇരുളുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? തദ്ഊനഹു തളർറുഅൻ വഖുഫിയ, ആ ഇരുളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാണവൻ? അല്ലാഹുവാണ്, റബ്ബാണ്, അല്ലാഹ് മാത്രമാണ്. ആ റബ്ബിനോട് നിങ്ങൾ അങ്ങേറ്റം വിനയത്തോടെ ശബ്ദം താഴ്ത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ നിലപാട് പറയുകയും ചെയ്യുന്നു. എന്ത്? ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. അല്ലാഹുവേ, ഈ ഇരുളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കാം എന്ന് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ വാദിക്കുകയും ചെയ്യുന്നു, പറയുകയും ചെയ്യുന്നു. ഈ ആയത്ത് ഓതി പഠിപ്പിച്ചിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹ് പറയാണ്, ഖുൽ ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ തുമ്മ അൻതും തുശ്രികൂൻ. ഈ ആയത്ത് ജബ്ബാർ മൗലവിക്ക് ബാധകമാണ്. ഈ ആയത്ത് ഹുസൈൻ മൗലവിക്ക് ബാധകമാണ്. ഈ ആയത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ബാധകമാണ്. അല്ലാഹ് പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പറയൂ, അല്ലാഹു യുനജ്ജീകും മിൻഹാ, ആ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹയാണ്. വമിൻ കുല്ലി കർബിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അല്ലാഹയാണ്. തുമ്മ അൻതും തുശ്രികൂൻ, ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ വെളിച്ചത്ത് വന്നിരുന്നിട്ടോ ജിന്നിനെ പറ്റി പറഞ്ഞ് ശിർക്ക് വാദിക്കുകയാണോ? തുമ്മ അൻതും തുശ്രികൂൻ, വെളിച്ചത്ത് വന്നിരുന്ന് നിങ്ങൾ ശിർക്ക് പറയുകയാണോ മനുഷ്യരെ? ശിർക്ക് വാദിക്കുകയാണോ മനുഷ്യരെ എന്ന് ഖുർആൻ ചോദിക്കുമ്പോ, മാന്യ സഹോദരങ്ങളെ, ഖുർആനിന്റെ ഈ വാദത്തിനെതിരെ ഒരു വാദം കേരളത്തിന്റെ മണ്ണിൽ അവതരിപ്പിച്ച ആളുകൾക്ക് പിന്തുണ നൽകാൻ ഹുസൈൻ മൗലവി വന്നാൽ കേരളത്തിലെ മുജാഹിദുകൾ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കും, സംശയമില്ല. ആദർശഗോതയിൽ അദ്ദേഹം ഔട്ട് തന്നെയാണ്, സംശയമില്ല. കാരണം അദ്ദേഹത്തിന് അല്ലാഹ് നൽകിയ അനുഗ്രഹത്തെ ഉപയോഗിച്ചത് ശിർക്ക്വാദികൾക്ക് പിമ്പലം നൽകാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ വാദം ഉന്നയിച്ചവർക്ക് പിമ്പലം നൽകാനാണ്. ഒരു തെളിവും പറയാനില്ലാത്തവർക്ക് പിമ്പലം നൽകാനാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ ചോദ്യം, ആ ചോദ്യത്തിനെതിരായ വാദം പറഞ്ഞവർക്ക് പിമ്പലം നൽകാനാണ് അദ്ദേഹം കടന്നു വന്നത്. അതിനുവേണ്ടിയാണ് KNM വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ ബാനർ മാറ്റിയിട്ട് അദ്ദേഹം എടത്തനാട്ടുകരയിൽ വന്നത്, കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, അദ്ദേഹത്തോട് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ ഖുർആൻ ചോദിക്കുന്നത്?